നമ്മൾ ഡ്രസ്സൊക്കെ റെഡിയായി. നമ്മൾ റെഡി ആയിട്ട് അവിടെ ഗലാട്ട് ടവർ, ബലത്ത് അങ്ങനെ കുറച്ച് ഏരിയ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനും. നമ്മളിവിടെ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ആക്കുന്നത്. അപ്പോൾ കാണാം. ഇന്ന് പൊതുവേ കുറച്ച് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് ഇറങ്ങിയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടുത്തെ റൈസ് ആൻഡ് ചിക്കൻ എന്ന് പറയും. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. സംഭവം അതൊരു ചെറിയ ലോക്കൽ ഷോപ്പ് പോലെയാണ് കടയൊക്കെ കാണുമ്പോൾ, പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അത് ഞങ്ങള് നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെ താഴെയാണ്, നേരെ താഴെ. ഞങ്ങളിങ്ങനെ വന്നപ്പോ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് വെറുതെ ട്രൈ ചെയ്ത് സാധാ ചോറും അതിന്റെ മേലെ ചിക്കൻ വെറുതെ വെച്ചിട്ട് വിചാരിച്ചു. പക്ഷെ കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആൾക്കാരുണ്ടല്ലേ. അത് എന്താ വെച്ചാൽ നമ്മള് കാണുമ്പോ സാധാ നമ്മളെ റൈസ്, വൈറ്റ് റൈസും ചിക്കൻ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ. പിന്നെ അതില് കുറച്ചൊരു സോസ് ഇട്ടിട്ട് എന്തൊക്കെ പെപ്പർ സാധനമൊക്കെ ഇട്ട് കഴിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്ത് നോക്കി കുഴപ്പമില്ല, അടിപൊളി ഇഷ്ടായി. ഏതായാലും രസമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോണത് ഇനി ബലത് എന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ഇവിടെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോവാൻ. അപ്പുറത്ത് മെയിൻ റോഡാണ്, മോട്ടോർ വേ ആണ്. സോ നമ്മൾ ഇതിലൂടെയാണ് ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്ത് പോകുന്നത്. ടണൽ പോലെ. നമ്മൾ തുർക്കിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇസ്താംബുൾ കാർഡ് വേണം. ഒരു ഇസ്താംബുൾ കാർഡ് വെച്ചിട്ട് 5 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇസ്താംബുൾ കാർഡ് ടോപ്പപ്പ് ചെയ്യാവുന്ന പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇസ്താംബുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇസ്താംബുൾ കാർഡ് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർഡാണ്. ഒരാൾക്ക് ഈ ഒരു കാർഡിനെങ്കിൽ 5 പേർക്ക് ട്രാവൽ ചെയ്യാം അല്ലേ. നമ്മൾ ഇസ്താംബുൾ കാർഡ് എടുത്ത്, പക്ഷെ നമുക്ക് ആ നേരത്തെ, അതായത് നമ്മൾ ഇറങ്ങിയ നേരത്തെ വണ്ടി അതിലൊന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോകാന്ന് വിചാരിച്ചു. കുറച്ചുള്ളൂ ദൂരം വരുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഭയങ്കര ക്രൗഡാണ്. എന്തോ സ്കൂളും ഇതൊക്കെ വിട്ടിട്ടുണ്ടോ കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മളിപ്പോ അവിടെ ഏകദേശം എത്താനായി. ഇനി ഒരു 6 മിനിറ്റും കൂടെ നടക്കാനുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് നമ്മളോട് അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും അറബി അറിയിച്ചിട്ട് അറബി സംസാരിക്കാൻ നോക്കും. അത് അറിയില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര നല്ലൊരു പെരുമാറ്റം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ മൊഞ്ച് ഭയങ്കര രസം എല്ലാവരെയും കാണാൻ. നമ്മൾ ബലത്തിലെത്തി. ഇതാണ് ബലത്ത് സ്ട്രീറ്റ്. ആ കാണുന്നത് അത് ഫുൾ എല്ലതും കളർഫുൾ ബിൽഡിംഗ് ആണ്. കളർഫുൾ ബിൽഡിങ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. എന്തായാലും ബലത്ത് ബാക്കിയുള്ള ഇസ്താംബുൾ സ്ട്രീറ്റിനെ അപേക്ഷിച്ചിട്ട് ഡിഫറെൻ്റ് ആണ്. ബലത്ത് സ്ട്രീറ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബലത്തിൽ ഇറങ്ങി ഇനി അടുത്തുള്ള സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ റെയിൻബോ സ്ട്രീറ്റ് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ കളർഫുൾ അംബർലാസും കളർഫുൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ട്രീറ്റാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്.
കഫേ ഉണ്ട്, എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് കഫേ. അവിടെ ഭയങ്കര ക്രൗഡായി. അവിടെ നല്ല ആളുകളുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ആളുകളായി. നമ്മളവിടുന്ന് ആ കഫേന്ന് ഒരു നോർമൽ വാട്ടറും ഒരു ഇതൊക്കെ കുടിച്ച്, വേറെ ഒന്നുമില്ല, അവിടെ ഒന്നും ആയിട്ടില്ല ഈ സമയമായതുകൊണ്ട്. അപ്പം നമ്മളിനി ഗലാറ്റ ടവർ. അപ്പൊ നമ്മളിനി ഗലാറ്റ ടവർ പോവാൻ നോക്കുകയാണ്. ഗൂഗിളിൽ കാണാൻ ടെമ്പററി ക്ലോസ്ഡ് ആണ്. നമുക്ക് നോക്കാം. ട്രാമ്പ് കയറിയിട്ട് വേണം പോവാന്. അപ്പൊ ട്രാമ്പ് കയറുന്നതും നമ്മൾ നാളത്തെ ഒരു കാർഡ് ഇഷ്ടംപോലെ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രാമ്പ് കയറാം. നോക്കാം. ഇവിടെ ഗലാറ്റ ടവറിന് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 8 നടക്കാനുണ്ട്. ഭയങ്കര ടൗണാണ്. ഭയങ്കര ഫേമസ് ആയ സാധനമാണ്. അങ്ങനെ നമ്മൾ കുറേ കാലത്ത് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗലാറ്റ ടവർ ഫോട്ടോഷൂട്ട്. ഇതുവഴിയാണ് നമ്മൾ ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. നമുക്കിനി നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിതുവഴി മുകളിലോട്ട് കയറിയിട്ട് കാണാം. നമ്മളെ പാക്കേജിൽ ഡ്രസ്സ് സാറ്റൻ ഡ്രസ്സായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹിജാബിന് മാച്ചായ ഗ്രീൻ സാറ്റൻ ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇവിടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോഷൂട്ട്. ടർക്കിഷ് ലൈറ്റ് ഇവിടുന്ന് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ റൂഫ് ടോപ്പിലോട്ടും. അപ്പം നമ്മൾ ആ താഴത്തെ ഫ്ലോറിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ റൂഫ് ടോപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് അവർ ഓരോരോ ഫോട്ടോഗ്രാഫേഴ്സ് ഓരോരോ ആളുകൾക്ക് അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ഫോട്ടോഗ്രാഫർ ഒരു ലൊക്കേഷനിൽ കവർ ചെയ്യുമ്പം അവിടെ തന്നെ ആ ഒരു സമയത്ത് വേറെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ടോട്ടലായിട്ട് 4 ഫോട്ടോ ലൊക്കേഷൻസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു ലൊക്കേഷൻ നമ്മൾ നേരത്തെ കണ്ട ലൊക്കേഷനാണ്. പിന്നെ ഒരു ലൊക്കേഷൻ ഗലാറ്റ ടവറിൻ്റെ തൊട്ടോ മുന്നിലായിട്ട്. അതുപോലെ തന്നെ സീ ഓഫ് മർമറ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത്. 4 വരുന്നത് ഈ ഒരു റൂഫ് ടോപ്പിലാണ്. പിന്നെ നമുക്ക് സ്വിങ്ങും ഉണ്ട്. ഒരു ഊഞ്ഞാലിനുള്ളിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നമുക്ക് പോസുകളൊക്കെ പറഞ്ഞു തരികയും, പിന്നെ ഇതൊരു ടീം വർക്കാണ് മെയിനായിട്ട്. കാരണം നമ്മളിപ്പം ഈ കാണുന്ന സ്റ്റാഫുകൾ മുഴുവൻ ഈ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ എടുക്കോളം ഉണ്ടാവും. ഇപ്പം ബേഡ്സിനെ ഇവിടെ ഫീഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. പിന്നെ നമ്മളെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് പിടിച്ചു തരാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവർ എടുക്കുന്നത് ഇങ്ങനെ ഒരു ഇത് സെറ്റായിട്ട് ഒരു ടീം വർക്കോട് കൂടിയാണ്. Niye? Bayağıdır oradalar.
ഇപ്പം നമ്മൾ നേരത്തെ ഉള്ള ആ ഒരു ലൊക്കേഷൻ കവർ ചെയ്ത ശേഷം അടുത്തതായിട്ട് ഗലാറ്റ ടവർ ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ കുറേ കാലത്തെ ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്രഹമാണ് ഇവിടുന്ന് ഫോട്ടോഷൂട്ട് എടുക്കുക. ഞങ്ങൾ ആനിവേഴ്സറിൻ്റെ തന്നെ ഫോട്ടോഷൂട്ട് എടുത്ത് അടിപൊളിയായിരുന്നു ഷൂട്ട്. അവിടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. കാരണം ഇവിടെ 2-3 കുറേ പേരുണ്ട് തോന്നുന്നു. പല പല സെറ്റായിട്ട് ഇങ്ങനെ ഓരോ സെറ്റ് ഇങ്ങനെ എടുക്കും, വേറെ ആൾ ഇറങ്ങും, പിന്നെ വേറെ ആൾ കയറും, അങ്ങനെ വിളിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ഇസ്താംബുൾ നഗരം ഫുള്ള് ഇവിടുന്ന് കാണാൻ പറ്റുന്ന പോലെയാണ്. അതുപോലെ ഈ സീയും ബേർഡ്സും വളരെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പൊ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ പോവാണ്. കുറെ നേരമായി, അതായത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ആയി ഞങ്ങളിവിടെ കേറി. പല പല കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അതെ, പല പല ലൊക്കേഷനായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. അടിപൊളി സർവീസ് ആണ്. അതെ, ഓക്കെ ദെൻ. ഓക്കെ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തിറങ്ങാൻ പരിപാടി നോക്കുകയാണ്. കാരണം ഈവനിങ് ആയി ഏകദേശം. വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അപ്പോൾ അതും അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെ. അപ്പോൾ ശരി, എന്നാ ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നാളെ വരാം.